നമസ്കാരം. മഴതോരും മുമ്പയുടെ പുതിയൊരു എപ്പിസോഡിൻ്റെ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ അലീന ആരാണ് എന്നുള്ള സത്യമൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അതായത് വൈജയുടെ, ബാലചന്ദ്രൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വൈജയുടെ പൂങ്ങളന്മാരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രയോഗം തന്നെ വളരെ പരിഹാസ രൂപത്തിലാണ് ബാലചന്ദ്രൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ആ പൂങ്ങളന്മാരൊക്കെ ആകെ ഡാഷ് പോയ അണ്ണാനെ പോലെ എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ ആകെ തല താഴ്ത്തിക്കൊണ്ടാണ് തിരിച്ച് കൊല്ലപ്പള്ളിയിൽ തിരിച്ചെത്തുന്നത്. അപ്പോൾ കൊല്ലപ്പള്ളിയിൽ തിരിച്ചെത്തുന്ന സമയത്ത് അപ്പോൾ കമലയാണെങ്കിലും ഹരിയാണെങ്കിലും ഒക്കെ ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രശ്നം, അലീനയെ പറഞ്ഞയച്ചോ, പ്ലാനൊക്കെ സക്സസ് ആയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് കറക്റ്റ് മറുപടിയൊന്നും ആരും കൊടുക്കുന്നില്ല. അപ്പോൾ കമലയോട് കുടിക്കാനൊക്കെ എന്തെങ്കിലും എടുക്കാനൊക്കെ പറയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവർ ഇപ്പോൾ എന്ത് പറയും? കമലയോടാണെങ്കിൽ സത്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം കമലയ്ക്ക് സത്യങ്ങളൊന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ കമലയോട് ഒന്നും തുറന്ന് പറയുന്നില്ല. പക്ഷേ ഇവർ ഹരിയെ മാറ്റി നിർത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹരിയോട് പറയുന്നുണ്ട്, ഇനി ഒരിക്കലും അലീനയെ ഉപദ്രവിക്കരുത്, നീ കടപ്പാട്ടൂർ പോയിട്ട് അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. അലീനയും ആ കടപ്പാട്ടൂർ വീടുമായിട്ട് നമ്മളുമായിട്ട് യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ല. അലീനയെ അവിടെ നിന്ന് പറഞ്ഞയക്കാനോ അല്ലെങ്കിൽ അലീനയെ ഒരു മോശം രീതിയിൽ കാണാനോ ഒന്നും നീ ശ്രമിക്കരുത് എന്നൊക്കെ ഹരിയെ ഉപദേശിക്കുന്നുണ്ട് ഗംഗാധര മേനോൻ. പക്ഷേ ഹരിക്ക് ഈ ഉപദേശമൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഹരി അവരോടൊക്കെ കയർത്തുകൊണ്ട് ആണ് പോകുന്നത്. ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നെ എടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഗംഗാധരനാണ് കൂടുതലും സംസാരിക്കുന്നത്. നീ എന്തൊക്കെ ചെയ്തു എന്നും നീ എന്തൊക്കെയാ പ്ലാൻ ചെയ്തു എന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. തൽക്കാലം നിന്നോട് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നീ എടുത്ത് ചാടേണ്ട, ആ ഒരു ഭാഗത്തേക്ക് നീ ചിന്തിക്കുകയേ വേണ്ട. അലീനയെ ഒരു സഹോദരിയെ പോലെ ബബിതയും കൃഷ്ണയും നീ എങ്ങനെ കാണുന്നോ ആ രീതിയിൽ തന്നെ കാണണം എന്ന് തന്നെ പറയണം. പക്ഷേ ഹരി ആണെങ്കിൽ അവരോടൊക്കെ വളരെ ദേഷ്യപ്പെട്ടിട്ടാണ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. നമ്മുടെ രാജീവനാണെങ്കിലും ശിവനാണെങ്കിലും അടി കിട്ടിയതുപോലെയാണ്. ആ സമയത്ത് കമല അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അവർക്ക് കുടിക്കാനൊക്കെ ഉള്ളതായിട്ട് വരികയാണ്. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഒന്നും പറയാത്തത്, എന്താണ് അവിടെ സംഭവിച്ചത്, ബാലചന്ദ്രൻ എന്തിനാണ് പോലീസിലൊക്കെ കേസ് കൊടുത്തു എന്ന് പറഞ്ഞത്, അതൊക്കെ എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ ശിവശങ്കരൻ പറയുന്നുണ്ട്, എല്ലാം പറയാൻ കമല, നീ ഇങ്ങനെ ധൃതി പിടിക്കില്ലേ എന്ന് പറയണം. അതല്ല, ഹരി പറഞ്ഞല്ലോ നിങ്ങൾ എന്തോ ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന്, അവളെ കിഡ്നാപ്പ് ചെയ്തു എന്നോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ, എന്നിട്ട് എന്തായി, കാര്യമൊക്കെ നടന്നോ, അവളെ ഇവിടെ നിന്ന് നാട് കടത്തിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇനി അതിനെപ്പറ്റിയൊന്നും കൂടുതൽ സംസാരിക്കേണ്ട നീ എന്ന് പറയണേ ശിവേട്ടൻ. അപ്പോൾ ഗംഗാധരനാണ് പറയുന്നത്, കമലെ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം, ആവശ്യമില്ലാതെ ബാലചന്ദ്രൻ്റെ ജീവിതത്തിൽ കയറി ചൊറിയാനായിട്ട് നിൽക്കണ്ട. അയാളുടെ ജീവിതം അയാളുടെ വീട്ടിൽ ജീവിച്ചോട്ടെ എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാവും, നമ്മുടെ വൈജയല്ലേ അതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് എന്ന് ചോദിക്കണം. വൈജയുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, അവളുടെ ഈ 3 ആങ്ങളമാരുണ്ട് വൈജയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട്, അതോർത്ത് നീ ഒരുപാട് തല പൊണ്ണാക്കണ്ട. വൈജയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല നീ ഇങ്ങനെ കൂട്ടുപിടിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം എന്ന് പറയാണ് ഗംഗാധരൻ. അപ്പോൾ രോഹിത്ത് ബബിതയും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത്, എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും സംഭവിച്ചില്ല. അലീനയുടെ കാര്യത്തിൽ ഇനി കൂടുതലായിട്ട് നമ്മളൊന്നും ചെയ്യാനില്ല. അയാളുടെ മകളാണ് അലീന എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി അയാളുടെ മകളെ ഉപേക്ഷിക്കത്തില്ല, അതുകൊണ്ട് ആ സത്യം നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് പറയണത്, ഇത്രയും നാൾ ഇതൊന്നും അല്ലല്ലോ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നൊക്കെ പറയണം. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു തീരുമാനമായിട്ടുണ്ട്. അലീനയെ അയാൾ വീട്ടിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കും. അതിന് നമ്മൾ ആരും മുൻകൈ എടുക്കേണ്ട, അത് ബാലചന്ദ്രൻ തന്നെ ചെയ്തോളും. തൽക്കാലം ആ ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കുക വേണ്ട. അയാളുടെ കുടുംബം എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം, ബാലചന്ദ്രൻ അറിയാം. അതുകൊണ്ട് നമ്മൾ അവരുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോൾ കമല വീണ്ടും എന്തോ പറയാൻ തുടങ്ങുമ്പോൾ കമല ഇനി ഒന്നും പറയണ്ട, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി എന്ന് പറഞ്ഞ് കമലയെ തടഞ്ഞു നിർത്തുകയാണ് നമ്മുടെ ഗംഗാധരൻ. പിന്നീട് കമല അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയത്താണ് രോഹിത്തും ബബിതയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. അവരങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് കമല ഇങ്ങനെ ദേഷ്യപ്പെട്ട് പോണത് കണ്ടിട്ടാണല്ലോ അവർ വരുന്നത്. അപ്പോൾ കമലയാണെങ്കിൽ അവരെ ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് നോക്കിയിട്ടാണ് പോണത്. ഗംഗാധരൻ അവരെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ നാളെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകണം എന്ന് പറയണം. അയ്യോ അതെന്താ അങ്കിളെ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ അച്ഛനോട് ചോദിച്ചിട്ടല്ലല്ലോ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അല്ല, ഞങ്ങൾ ശിവനങ്കിളി വിളിച്ചു, അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു, അമ്മ അവിടെ ഇല്ലല്ലോ, പിന്നെ അവിടെ അച്ഛൻ്റെ ഭരണമോ അവളുടെ ഭരണമൊക്കെ അല്ലേ നടക്കുന്നത്. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, നിങ്ങൾ പോകുന്നത് ശരിയായില്ല, ആരെ വിളിച്ചിട്ടാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വീട് വിട്ട് നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് പോരാൻ പാടില്ലായിരുന്നു എന്ന് പറയണം.
ഇല്ലെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് പറയുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, അവരെ നിർബന്ധിക്കേണ്ട ഗംഗേട്ട, അവർക്ക് തോന്നുന്ന സമയത്ത് പൊക്കോട്ടെ, ഇതിപ്പോൾ അന്യ വീടൊന്നും അല്ലല്ലോ, അവരുടെ അമ്മ വീട് തന്നെയല്ലേ, അതുകൊണ്ട് അവർ തോന്നുന്ന സമയത്ത് പൊക്കോട്ടെ എന്ന് പറയുകയാണ് രാജീവൻ. അതേ ഗംഗേട്ട, അങ്ങനെയാണ് നല്ലത് എന്ന് ശിവനും പറയുന്നുണ്ട്. ആ ശരി, എന്നാൽ അങ്ങനെ ആവട്ടെ, പക്ഷേ നിങ്ങൾ ഒരുപാട് ദിവസമൊന്നും ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുന്നതായിരിക്കും നല്ലത്, അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് തന്നെയായിരിക്കും കൊണ്ടുപോകുന്നത് എന്ന് ഗംഗേട്ടൻ പറയുമ്പോൾ, അതെന്താ അങ്കിളെ അങ്ങനെ, വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല ഇങ്ങോട്ടേക്കാണ് കൊണ്ടുവരുന്നത് എന്നല്ലേ പറഞ്ഞിരുന്നത് എന്ന് ചോദിക്കുകയാണ്. അത് പക്ഷേ നിങ്ങളുടെ അച്ഛൻ സമ്മതിക്കുന്നില്ല, അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത് എന്ന് പറയണം. അങ്ങനെ അവർ അതിനെപ്പറ്റിയ സംസാരം അവിടെ ക്ലോസ് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീനയെ രേവതിക്കുട്ടി വിളിക്കുന്ന ഒരു രംഗമാണ് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി അലീനയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ചേച്ചി ഇവിടെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയണം. എന്താ മോളെ എന്ന് ചോദിക്കുന്ന സമയത്ത്, ഇവിടെ എന്നെ അന്വേഷിച്ച് ആരോ വന്നിരുന്നു ചേച്ചി, പക്ഷേ എന്നോട് ആൻറ്റിയും അങ്കിളും അതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ല, പക്ഷേ അവരെന്നോട് ഇങ്ങനെ കുറച്ച് ആകെ ഇമോഷണലായി സംസാരിച്ചു, ആരെങ്കിലും എന്നെ വിളിച്ച് എന്നെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ നീ പോകുമോ എന്നൊക്കെ ചോദിച്ചു, പക്ഷേ ആര് വന്നാലും ഞാൻ പോവില്ല എന്ന് അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവരെന്നോട് പറഞ്ഞില്ല. എന്നെ ത്യാഗഭവനിൽ നിന്ന് സിസ്റ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ ആ അപ്പച്ചൻ അവിടെ അന്വേഷിച്ചു ചെന്നു, ഒരു മുത്തശ്ശൻ കുറച്ച് പ്രായമുള്ള ഒരാളാണ്, അന്വേഷിച്ചു വന്നു, ഒരു 18 വയസ്സുള്ള ഒരു പെൺകൊച്ചിനെ അന്വേഷിച്ചാണ് വന്നത്. അപ്പോൾ നമ്മുടെ കഴക്കൂട്ടത്തുള്ള ഓർഫനേജിൽ പോയിട്ടാണ് അവർ അന്വേഷിച്ച് വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആൻറ്റിയും അങ്കിളും ഇവിടെയുള്ള ആൾക്ക് 36 വയസ്സാന്നൊക്കെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ച് വിട്ടു എന്ന് പറയണം. അതെന്തിനാ മോളെ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, അതെന്തിനാന്ന് വെച്ചാൽ ഞാനിവിടെ നിന്ന് പോകുന്നത് ആൻറ്റിക്കും അങ്കിളിനും ഇഷ്ടമല്ല, ഇനി എൻ്റെ കുടുംബക്കാരാരെങ്കിലും കണ്ടെത്തി കൂട്ടിക്കൊണ്ട് പോകുമോ എന്നുള്ളൊരു പേടിയാണ് അവർക്ക് എന്ന് പറയണം. അപ്പോൾ അലീന പറയുന്നുണ്ട്, മോളെ നീ ആര് വന്ന് വിളിച്ചാലും, ഇപ്പോൾ നിൻ്റെ വീട്ടുകാർ വന്ന് വിളിച്ചാൽ നീ എന്ത് ചെയ്യും മോളെ എന്ന് ചോദിക്കുമ്പോൾ, ആര് വന്ന് വിളിച്ചാലും ഞാൻ പോവില്ല ചേച്ചി, കാരണം ആൻറ്റിയും അങ്കിളിനെയും വിട്ടിട്ട് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ആ സിസ്റ്റർ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, എന്നെ അന്വേഷിച്ചായിരിക്കും എന്നാണ് സിസ്റ്റർ പറഞ്ഞത്, കാരണം 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അന്വേഷിച്ചാണ് അവർ വന്നിട്ടുള്ളത്, അപ്പോൾ ഇനി ഒരിക്കൽ കൂടി ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ അങ്കിളിനോടും ആൻറ്റിയോടും ചോദിച്ചപ്പോൾ അവർ ഈ കാരണങ്ങളാണ് പറഞ്ഞത്, ഞാനെങ്ങാനും വിട്ടിട്ട് പോയാലോ എന്ന് ചോദിച്ചു, അതുകൊണ്ടാണ് ആ അപ്പച്ചനോട് അങ്ങനെ പറഞ്ഞത് എന്ന് പറയണം. അപ്പോൾ അലീന പറയുന്നുണ്ട്, മോളെ ഇനി ആ അപ്പച്ചൻ വരുമ്പോൾ നീ എന്താണ് മറുപടി പറയാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട്, എനിക്കറിയില്ല ചേച്ചി, പക്ഷേ എനിക്ക് ഒരു കാര്യം മാത്രമേ അറിയുള്ളൂ, എന്തൊക്കെ സംഭവിച്ചാലും ആൻറ്റിയും അങ്കിളിനെയും വിട്ട് ഞാൻ പോവില്ല എന്ന് പറയണം. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും മോളോട് പറയുന്നില്ല, കാരണം ഒരു ഭാഗത്ത് നിൽക്കുന്നത് ഒരു പക്ഷേ നിൻ്റെ സ്വന്തക്കാരായിരിക്കും, അപ്പുറത്ത് നിൽക്കുന്നത് നിന്നെ ഒരു മോളെപ്പോലെ സ്നേഹിക്കുന്ന ആൻറ്റിയും അങ്കിളുമാണ്, അപ്പോൾ അവിടെ തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ അധികാരം നിനക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയണം. ചേച്ചിയാണെങ്കിൽ എന്ത് ചെയ്തേനെ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ, ഞാനാണെങ്കിൽ എന്ത് ചെയ്തേനെന്നോ, ഞാൻ ഒരിക്കലും ആൻറ്റിയും അങ്കിളിനെയും വിട്ടിട്ട് പോവില്ല മോളെ എന്ന് പറയണം. അപ്പോൾ പറയുന്നുണ്ട്, ഞാനും അങ്ങനെ തന്നെയാണ് ചേച്ചി തീരുമാനിച്ചേക്കുന്നത്, ഒരിക്കലും പോവില്ല. അതേ പിന്നെ ചേച്ചി ഞാൻ ചിന്നുമോളോട് സംസാരിച്ചു കേട്ടോ, ചിന്നുമോളോട് ഭയങ്കര കൊഞ്ചി കഴിഞ്ഞ് എന്നോട് ഒരുപാട് നേരം സംസാരിച്ചു, നമ്മൾ ചെല്ലാഞ്ഞിട്ടുള്ള ഒരു പരാതിയൊക്കെ പറഞ്ഞു, നമുക്കൊരു ദിവസം പോകണ്ടേ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ, പോകണം മോളെ, തീർച്ചയായിട്ടും പോകണം, ഞാനൊരു ദിവസം അങ്ങോട്ടേക്ക് വരാം, അപ്പോൾ നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫോൺ വെക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിൽ വൈജയന്തിയെ കാണാനായിട്ട് നമ്മുടെ വൈജയന്തിയെ പരിചരിക്കുന്നത് സുലോചനയാണല്ലോ, അതായത് ഹോസ്പിറ്റലിൽ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്നത് ഗോവർദ്ധൻ്റെ വൈഫ്. അപ്പോൾ അവരിങ്ങനെ വൈജയന്തിയോട് സംസാരിക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഊഹാപോഹമൊക്കെ സുലോചന മനസ്സിലാക്കിയിട്ടുണ്ട്. ബാലേട്ടൻ്റെ മകളല്ല അലീന എന്നുള്ളൊരു കാര്യം അവർക്ക് അറിയാം. അതുകൊണ്ട് കാരണം ബാലേട്ടന് വേറൊരു പെണ്ണുമായിട്ട് അങ്ങനെ ഒരു അവിഹിതമൊന്നുമില്ല എന്നുള്ളത് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ സൂചനകൾ സുലോചനയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഗോവർദ്ധൻ വഴി. അപ്പോൾ സുലോചന വൈജയന്തിയോട് പറയുന്നുണ്ട്, എൻ്റെ ചേട്ടന് അങ്ങനെ ഒരു പരസ്ത്രീ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ മറ്റുള്ളവരുടെ കാര്യമൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോൾ സുലോചന ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വൈജയ്ക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ സുലോചന പറയുന്നുണ്ട്, ഓരോരുത്തരും എന്തെല്ലാം തരം മുഖം മൂടി അണിഞ്ഞാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്, അവരുടെയൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ലല്ലോ, പക്ഷേ എൻ്റെ ചേട്ടൻ അങ്ങനെയല്ല, എൻ്റെ ചേട്ടൻ ഒരിക്കലും ഒരു മുഖം മൂടിയും അണിഞ്ഞിട്ടില്ല, പച്ചയായ ഒരു മനുഷ്യനാണ്, ആകെ ഒരേ ഒരു പെണ്ണിനെ മാത്രമേ മനസ്സിൽ കൊണ്ടു നടന്നിട്ടുള്ളൂ, ആ പെണ്ണിനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, ആ പെണ്ണിനെ മാത്രമേ വിവാഹം കഴിച്ചിട്ടുള്ളൂ, ആ പെണ്ണിനോടൊത്ത് മാത്രം
മാത്രമേ താമസിച്ചിട്ടുള്ളൂ. അത് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. എൻ്റെ ചേട്ടൻ്റെ ജീവിതത്തിൽ മോശമായിട്ടുള്ളതൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ മറ്റുള്ളവരുടെ കാര്യമൊന്നും നമുക്കറിയത്തില്ലല്ലോ. എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടാണ്, അല്ലെങ്കിൽ എന്തൊക്കെ പിഴവുകൾ സംഭവിച്ചിട്ടാണ് അവരൊക്കെ നടക്കുന്നത്, എന്തൊക്കെ മുഖംമൂടി അണിഞ്ഞിട്ടാണ് അവർ നടക്കുന്നത് എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ എന്തോ ഒരു കാര്യം ഏട്ടൻ്റെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ട്. അതുമാണ് ഏട്ടൻ ഇങ്ങനെയൊക്കെ ഇത്രയും ഇമോഷണലായിട്ട് ഇത്രയും ഭയങ്കര വാശിയും ദേഷ്യമൊക്കെ ആയിട്ട് പെരുമാറുന്നത് എന്നിങ്ങനെ പറയണം. അപ്പോൾ സുലോചനയുടെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് വൈജിക്ക് എന്തോ പന്തികേട് തോന്നുന്നുണ്ട്. എന്നിട്ട് സുലോചന ഇങ്ങനെ പറയുന്നുണ്ട്, ഓരോരുത്തരും ഇങ്ങനെ നടക്കുന്നത് ഓരോ മുഖംമൂടി അണിഞ്ഞിട്ടാണെന്നൊക്കെ പറയുമ്പോൾ വൈജിക്ക് ഭയങ്കര പേടി തോന്നുക കേട്ടോ. എന്താണ് ഇവൾ ഉദ്ദേശിക്കുന്നത്? ഇവൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞോ? എന്തെങ്കിലുമൊക്കെ എന്തപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം എന്താണുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കണം. അപ്പോൾ അലീനയെക്കുറിച്ചാണ് സുലോചന പിന്നീട് പറയുന്നത്. എന്നിട്ട് പറയുന്നത്, ആ കൊച്ച് നല്ലൊരു പെൺകൊച്ചാണ്, കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ ബാലേട്ടൻ്റെ മകളായിട്ടല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. എപ്പോഴും ഞാൻ ആ കൊച്ചിനെ, ഞാനിവിടെ ഹോസ്പിറ്റലിൽ വന്ന സമയത്താണ് കാണാൻ തുടങ്ങിയത്. പക്ഷേ ആ കൊച്ചിനെ കണ്ടിട്ടുണ്ടെങ്കിൽ വൈചേച്ചിയുടെ അതേ മുഖച്ഛായയാണ്, വൈചേച്ചിയെ പോലെ തന്നെയാണ്. വൈചേച്ചിയുടെ മകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കൊച്ച് അലീന വൈചേച്ചിയുടെ മകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെങ്കിലും വിശ്വസിച്ച് പോകും. അത്രയും രൂപസാദൃശ്യം ഉണ്ട്. വൈചേച്ചിയുടെ ചെറിയ കാലമൊക്കെ ഞാൻ കണ്ടതാണല്ലോ, കുട്ടിക്കാലത്തുള്ള ആ ചിത്രമൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ആ ഒരു കട്ടൊക്കെ അലീനയിൽ കാണുന്നുണ്ട് എന്ന് പറയണം. ഇത് കേട്ടുമ്പോൾ ആകെ ഷോക്കായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ ഇരിക്കില്ല, അവിടെ കിടക്കുകയാണ് വൈജ. ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ ഷോക്കായി പോവാണ്. പെട്ടെന്ന് ആ സമയത്ത് വൈജയ്ക്ക് എന്ത് മറുപടി പറയണമെന്നൊന്നും അറിയില്ലല്ലോ, മറുപടി പറയാനും പറ്റത്തില്ല. അപ്പോൾ ഇവൾ വീണ്ടും ഇങ്ങനെ സുലോചന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ശരിക്കും വൈജേച്ചിയുടെ അതേ രൂപസാദൃശ്യമാണ് അലീനയ്ക്കുള്ളത്. വൈജേച്ചിയുടെ മകളാണെന്ന് പറഞ്ഞാൽ ആരാണെങ്കിലും വിശ്വസിച്ച് പോകും. ഞാനും ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് വൈജേച്ചിയുടെ മുഖമാണ് ഓർമ്മ വന്നത് അലീനയെ കണ്ടപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വൈജിങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് ഇവൾ എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നത് എന്നൊക്കെ ഓർത്തിങ്ങനെ കിടക്കുകയാണ്. ആ സമയത്താണ് സിസ്റ്റർ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ സിസ്റ്റർ ചോദിക്കുന്നുണ്ട്, ആരുടെ കാര്യമാണ് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാനിവിടെ നിൽക്കുന്ന കുട്ടിയിലെ അലീന, അവളെക്കുറിച്ച് പറഞ്ഞതാണ് ചേച്ചിയോട് എന്ന് പറയണം. ഇവരുടെ മൂത്ത മകളാണെന്നല്ലേ ആ കുട്ടി പറഞ്ഞത്, പക്ഷെ അങ്ങനെയല്ലേ, ഇവർക്ക് ആ കുട്ടിയോട് ഭയങ്കര ദേഷ്യം പോലെയൊക്കെയെന്ന് സിസ്റ്റർ ചോദിക്കുമ്പോൾ, അതാണ് ഞാനും പറഞ്ഞുകൊണ്ടിരുന്നത്, ശരിക്കും അലീനയെ വൈജേച്ചിയും ഒരേ പോലെയല്ലേ തോന്നുന്നത് എന്ന് ചോദിക്കുമ്പോൾ സിസ്റ്ററും പറയുന്നുണ്ട്, ശരിക്കും കണ്ടാൽ അമ്മയും മോളും പോലെ തന്നെയാണ് ഉള്ളത്, അതേ മുഖ സാദൃശ്യമൊക്കെ ഉണ്ട് എന്ന് സിസ്റ്ററും പറയണം. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വൈജിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയോ സംതിങ് റോങ്, എന്തൊക്കെയോ ഒരു പേടിയും തോന്നുന്നുണ്ട് വൈജിക്ക്. അങ്ങനെ പെട്ടെന്ന് ഗോവർദ്ധൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഗോവർദ്ധൻ സുലോചനയോട് പറയുന്നുണ്ട്, അലീന വരുന്നുണ്ട്, നീ പൊക്കോ എന്ന് പറയണം. അങ്ങനെ എന്നാൽ ഞാൻ പോട്ടെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് സുലോചന വൈജിയോട് യാത്ര പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ അവർ പുറത്തെത്തുമ്പോൾ അലീനയും ബാലചന്ദ്രനും കൂടെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അലീനയോട് ചോദിക്കുന്നുണ്ട്, മോളെ എന്ത് പറ്റിയതാണ് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പം, എനിക്കൊരു കുഴപ്പമില്ല ആൻറ്റി എന്ന് പറയണം. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് പോക്കോ, ഞാനിവിടെ നിന്നോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് സുലോചന പറയുമ്പോൾ, വേണ്ട ആൻറ്റി, രാത്രി ഇരുന്നതല്ലേ, ഞാൻ നിന്നോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അലീന ഹോസ്പിറ്റലിൽ വൈജയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതുപോലെ സുലോചന വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇതിൻ്റെ ഒരു ബാക്കി സ്റ്റോറിയായിട്ട് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും.